സ്വന്തമാക്കിയ ഷെഫിൻ മൻസൂർ. എയിംസ് ഡൽഹിയിലാണ് അദ്ദേഹത്തിന് അഡ്മിഷൻ കരസ്ഥമാക്കാൻ സാധിച്ചത്. രാജ്യത്തെ നീറ്റ് വിദ്യാർത്ഥികളുടെ എല്ലാം സ്വപ്ന സ്ഥാപനമായ എയിംസ് ഡൽഹിയിലേക്ക് പ്രവേശനം നേടിയിരിക്കുകയാണ് കേരളത്തിലെ 2ാം റാങ്ക് ജേതാവായ ഷെഫിൻ മൻസൂർ. ഷെഫിൻ മൻസൂർ കേരളത്തിലെ 2ാം റാങ്കും ഓൾ ഇന്ത്യ തലത്തിൽ 200ാം റാങ്കും സ്വന്തമാക്കിയ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി, ഒമാനിൽ എഞ്ചിനീയർമാരായ മൻസൂർ അലി കെപിയുടെയും ഷാജിറ സീമ ടിസിയുടെയും മകനാണ് ഷെഫിൻ. കെ മാന്നാനത്തിലെ +1+2 പഠനത്തോടൊപ്പം ബ്രില്യന്റ് എൻട്രൻസ് കോച്ചിംഗ് നേടിയാണ് അദ്ദേഹം ഈ മികച്ച വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. എയിംസ് ഡൽഹിയിലേക്ക് പ്രവേശനം നേടിയ ഷെഫിന് 10 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകി ബ്രില്യന്റ് ആശംസകൾ നേർന്നു. ഹലോ, ഞാൻ ഷെഫിൻ മൻസൂർ. നീറ്റ് 2025 ഞാൻ ഓൾ ഇന്ത്യ റാങ്ക് 200ഉം കേരള റാങ്ക് 2ുമാണ്. ഞാൻ ഡോക്ടർ ആവണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയപ്പോൾ തന്നെ എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് കോളേജ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് എയിംസ് ഡൽഹി വരണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആ ഒരു 2 ഇയർ എൻ്റെ ഒരു മോട്ടിവേഷൻ അത് തന്നെയായിരുന്നു. എനിക്ക് ഇവിടെ എങ്ങനെയെങ്കിലും കിട്ടണം. ഞാൻ ഡോക്ടർ ആവണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയപ്പോൾ തന്നെ എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് കോളേജ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് എയിംസ് ഡൽഹി വരണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആ ഒരു 2 ഇയർ എൻ്റെ ഒരു മോട്ടിവേഷൻ അത് തന്നെയായിരുന്നു. എനിക്ക് ഇവിടെ എങ്ങനെയെങ്കിലും കിട്ടണം. ആൻഡ് ഇനി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അന്വേഷിച്ചപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഒരുപാട് ഫ്രീഡം ഉണ്ട് നമുക്ക്. ലൈക്ക് അക്കാഡമിക്സിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും പെർസ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ തരുന്നുണ്ട്. ഇപ്പം എനിക്ക് റിസർച്ച് ഓറിയൻറ്റഡ് പ്രോഗ്രാം വേണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ സ്പോർട്സ് ആണെങ്കിൽ അത് ചെയ്യാം, അങ്ങനെ കുറേ മ്യൂസിക് ടാലൻ്റ് ആണെങ്കിൽ അത് ചെയ്യാം. സോ അവർ കുറേ ഫ്രീഡം നമുക്ക് തരുന്നുണ്ട്. സോ അക്കാഡമിക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ഞാൻ കേട്ടിടത്തോളം ഇവിടെ എല്ലാ ടോപ്പ് പ്രൊഫസേഴ്സാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ സീനിയേഴ്സിനെ വിളിച്ച് അന്വേഷിച്ചപ്പോഴൊക്കെ ഇവിടെ തന്നെ സെലക്ട് ചെയ്യാനായിരുന്നു എല്ലാവരും എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ എൻ്റെ ബ്രദർ ഇവിടെ ഭോപ്പാലായിരുന്നു. സോ ഭോപ്പാൽ എയിംസിലായിരുന്നു. സോ അതിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തത്. ഇനി നിങ്ങളുടെ റിമൈനിങ് 5 മന്ത്സ് നിങ്ങൾ മാക്സിമം സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഡിസംബർ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ വീക്ക് ടോപ്പിക്സിനെ ഫോക്കസ് ചെയ്യും. ഇപ്പം നമുക്ക് ഫിസിക്സ് വീക്കാണെങ്കിൽ, അല്ലെങ്കിൽ കെമിസ്ട്രി, ബയോളജി ഏതാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മന്ത് നിങ്ങളുടെ വീക്ക് ടോപ്പിക്സ്, ഇപ്പം ലെങ്തി ടോപ്പിക്സ് എല്ലാം മാക്സിമം തിയറി തറവാക്കി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളത് കംപ്ലീറ്റ് തറവാക്കണം. ഇപ്പം ഫിസിക്സ് നിങ്ങൾക്ക് പാടാണെങ്കിൽ നിങ്ങൾ ബാക്കി 2 സബ്ജക്റ്റ് ജസ്റ്റ് നോക്കുക, ബട്ട് അതിനധികം ഫോക്കസ് കൊടുക്കാണ്ട് വീക്കായിട്ടുള്ള സബ്ജക്റ്റിന് മാക്സിമം ഫോക്കസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കുക. ആൻഡ് പിന്നെ ഒരു റിമൈനിങ് 2 മന്ത്സ് നിങ്ങൾ മാക്സിമം റിവിഷൻ ചെയ്യുക. +1+2 എല്ലാ ടോപ്പിക്സും മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. ആൻഡ് ലാസ്റ്റ് ഒരു 2 മന്ത്സ് നിങ്ങൾ ഫുൾ ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം ഗൈഡ് ആവട്ടെ, അല്ലെങ്കിൽ ബ്രില്യൻറ്റിൻ്റെ PYQs ആവട്ടെ, ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസ് കണ്ടാലും അത് എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാവണം. ആ ഒരു രീതിയിൽ നിങ്ങളാക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഡേ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ മതി. ഇപ്പം രാവിലെ തിയറി നോക്കുക, ആൻഡ് ഉച്ചയ്ക്ക് രാത്രി ക്വസ്റ്റ്യൻസ് ചെയ്യുക. അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ആൻഡ് ഈസിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നീറ്റ് 2026 ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.